ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് ടൂൾസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ഒരു വീഡിയോ ആയിട്ടാണ്. ടൂൾസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ആദ്യത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് തരത്തിലുള്ള ടൂളുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെ, കട്ടിംഗ് ടൂളുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, മെഷറിംഗ് ടൂളുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, മാർക്കിംഗ് ടൂളുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്, ബെഞ്ച് വൈസ്, പൈപ്പ് വൈസ്, പിൻ വൈസ്, അതേപോലെ ഹാൻഡ് വൈസ് എന്നൊക്കെ പറഞ്ഞ് വൈസുകളെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഹാമറുകൾ, വ്യത്യസ്തമായിട്ടുള്ള ചിസലുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ടൂൾസുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനും കൂടി നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം വരിക എന്നും ഇത്രയും പഠിച്ച ടൂളുകള് ഒരു റിവിഷൻ ക്ലാസ് എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിനെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കൊടുക്കാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? മാർക്കിംഗ് മീഡിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മാർക്കിംഗ് മീഡിയ. അതിപ്പോ ഒരു വർക്ക് പീസിന്റെ മുകളിൽ നമുക്ക് ലൈനുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ വരച്ച ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ലൈനുകളൊക്കെ കൃത്യമായി വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഒരു മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യണം എന്ന് പറയും. ഇതേപോലെ ഒരു മാർക്കിംഗ് മീഡിയ ഇതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യണമെന്നാണ് പറയാറുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മാർക്കിംഗ് മീഡിയ ഇസ് യൂസ്ഡ് ഓൺ ഫയൽഡ് അല്ലെങ്കിൽ മെഷീൻ? വളരെ സ്മൂത്ത് ആയിട്ടുള്ള, വളരെ മെഷീൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫയൽ ചെയ്തിട്ടുള്ള സർഫസുകൾ ഉപയോഗിക്കുന്ന മാർക്കിംഗ് മീഡിയ ഏതാണ് ചോദിച്ചത്? കോപ്പർ സൾഫേറ്റ് ഉണ്ട്, പർഷ്യം ബ്ലൂ ഉണ്ട്, സെല്ലുലോസ് ലാക്കർ ഉണ്ട്, ബോത്ത് എ ആൻഡ് ബി ഉണ്ട്. നമുക്കറിയാം നമ്മുടെ കോപ്പർ സൾഫേറ്റും പർഷ്യം ബ്ലൂവും എന്ത് തന്നെയാണ്? നമ്മളുടെ ഫയൽഡ് അല്ലെങ്കിൽ മെഷീൻഡ് സർഫസിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ബോത്ത് എ ആൻഡ് ബി ആണ് ഇതിന്റെ ആൻസർ. മാർക്കിംഗ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് പീസിന്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ വെച്ച് തേക്കുന്ന ഒരു വസ്തുവിനെയാണ് ഇത് പറയുന്നത് മാർക്കിംഗ് മീഡിയ എന്ന് പറയുന്നത്. ഈ മാർക്കിംഗ് മീഡിയ ഉണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്സോ അല്ലെങ്കിൽ ലൈനുകളോ ഒക്കെ വളരെ വിസിബിൾ ആയിട്ട് കാണുമെന്നാണ് പറയാറുള്ളത്. മാർക്കിംഗ് മീഡിയ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് വാഷിനെ കുറിച്ചാണ്. വൈറ്റ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ ഒരു വട്ടെങ്കിലും ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വർക്ക്ഷോപ്പിൽ ഒരു മെറ്റൽ പീസ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോക്ക പൊടി അല്ലെങ്കിൽ ചോക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് എന്ത് ചെയ്യും? ഈ വർക്ക് പീസിന് മുകളിൽ ഇങ്ങനെ വെച്ച് ഉരച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുക. ചോക്ക് പൗഡർ മിക്സ് വിത്ത് വാട്ടർ ആണ്. വൈറ്റ് വാഷിന്റെ കേസിൽ റഫ് സർഫസിലാണ് ഉപയോഗിക്കുക. വൈറ്റ് വാഷ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? റഫ് സർഫസിലാണ് വൈറ്റ് വാഷ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയൽ ചെയ്ത മെഷീൻ ചെയ്ത സർഫസിൽ നമ്മള് പർഷ്യം ബ്ലൂവും ഉപയോഗിക്കാറുണ്ട്, കോപ്പർ സൾഫേറ്റും ഉപയോഗിക്കാറുണ്ട്. സെല്ലുലോസ് ലാക്കറിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കൊമേഴ്ഷ്യലി അവൈലബിൾ ആവുന്ന മാർക്കിംഗ് മീഡിയമാണ്. അതേപോലെ വൈറ്റ് വാഷ് ആണെങ്കിലും സാധാരണഗതിയിൽ വെള്ള കളറിൽ, ഇപ്പൊ ചോക്കൊക്കെ വേറെ കളറിലും മറ്റു പല കളറിലും കാണാറുണ്ടെങ്കിലും നമ്മളെ വൈറ്റ് വാഷ് എന്ന് പറയുന്ന മാർക്കിംഗ് മീഡിയം സത്യത്തിൽ വെള്ള കളറിലെ ചോക്ക് തന്നെയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ സെല്ലുലോസ് ലാക്കറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള കളറിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങുന്ന രീതിയിലുള്ള മറ്റുള്ള മാർക്കിംഗ് മീഡിയകളൊക്കെ അപേക്ഷിച്ച് പെട്ടെന്ന് ഉണങ്ങുന്ന രീതിയിലുള്ള ഒരു മാർക്കിംഗ് മീഡിയമാണ് എന്ത്? സെല്ലുലോസ് ലാക്കർ എന്ന് പറയുന്നത്. നമ്മളൊക്കെ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കാൻ വേണ്ടി ഒന്നുകൂടി പറയുന്നു എന്ന് മാത്രം. ഓക്കെ, ഇത് നോക്കിയത് ഈ ചിത്രത്തിൽ കാണുന്നതാണ് പർഷ്യം ബ്ലൂ എന്ന് പറയുന്ന വസ്തു. പർഷ്യം ബ്ലൂ ഒരു പൊടിയാണ്. ഈ ഒരു പൊടി നമ്മളെ എന്താ പറയുക ലിക്വിഡ് ഫോമിൽ ആക്കിയിട്ട് നമ്മളെ വർക്ക് പീസിന്റെ മുകളിൽ വെച്ച് എന്താ ചെയ്യുക? തേക്കുകയാണ് ചെയ്യുക. ദിസ് ഇസ് യൂസ്ഡ് ഓൺ ഫയൽഡ് ഓർ മെഷീൻഡ് സർഫസ്. നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യനും അത് തന്നെയായിരുന്നു. മെഷീൻഡ് അല്ലെങ്കിൽ ഫയൽഡ് സർഫസുകളിലാണ് പർഷ്യം ബ്ലൂ ഉപയോഗിക്കുന്നത്. ദിസ് വിൽ ഗിവ് എ വെരി ക്ലിയർ ലൈൻ ബട്ട് ടേക്സ് മോർ ടൈം ഫോർ ഡ്രൈയിങ് ദാൻ ദ അതർ മാർക്കിംഗ് മീഡിയ. മറ്റുള്ള മാർക്കിംഗ് മീഡിയ പോലെയല്ല, ഉണങ്ങാൻ, അതായത് ഡ്രൈ ചെയ്യാൻ കൂടുതൽ എന്ത് ചെയ്യണം? സമയം വേണം. പക്ഷെ എന്താണ്? ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പീസിന് മുകളിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ലൈനുകൾ കൊടുക്കാൻ ആർക്ക് സാധിക്കും? ഈ പർഷ്യം ബ്ലൂവിന് സാധിക്കുമെന്നാണ് പറയാറുള്ളത്. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിച്ച് മാർക്കിംഗ് മീഡിയ ഇസ് യൂസ്ഡ് ഓൺ മെഷീൻഡ് അല്ലെങ്കിൽ ഫയൽഡ് സർഫസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർഷ്യം ബ്ലൂവും ഉത്തരമാണ്, കോപ്പർ സൾഫേറ്റും ഉത്തരമാണ്. എന്താണ് കോപ്പർ സൾഫേറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? കോപ്പർ സൾഫേറ്റിനെ കുറിച്ച് പഠിച്ചപ്പോഴും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ? ഫയൽഡ് അല്ലെങ്കിൽ മെഷീൻഡ് സർഫസിലാണ് ഉപയോഗിക്കുക. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കോപ്പർ സൾഫേറ്റ് എന്താണ്? ഹൈലി പോയിസണസ് ആണ്. അതായത് എന്താ പറയുക, വളരെ പോയിസണസ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ്? കുറച്ച് ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഓഫ് ദി ഫോളോയിങ് മാർക്കിംഗ് മീഡിയ ഈസ് പോയിസണസ്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് മാർക്കിംഗ് മീഡിയ ആണ് പോയിസണസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിസണസ് ആയിട്ടുള്ള മാർക്കിംഗ് മീഡിയ കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റ് നീഡ് ടു ബി ഹാൻഡിൽഡ് കെയർഫുള്ളി ആസ് ഇറ്റ് ഈസ് പോയിസണസ്. ഓക്കെ ആണല്ലോ. അപ്പൊ മാർക്കിംഗ് മീഡിയ വൈറ്റ് വാഷ് പറഞ്ഞു, സെല്ലുലോസ് ലാക്കർ പറഞ്ഞു, പർഷ്യം ബ്ലൂ പറഞ്ഞു, കോപ്പർ സൾഫേറ്റും പഠിച്ചു. ക്വസ്റ്റ്യൻ ഈ ഭാഗത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് കൃത്യമായി പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ പഞ്ചുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പഞ്ചുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പ്രിക് പഞ്ച്, ഡോട്ട് പഞ്ച്, സെന്റർ പഞ്ച് എന്നൊക്കെ പറഞ്ഞ് പഞ്ചുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് പഞ്ചസ് ആർ യൂസ്ഡ് ടു ഡ്രൈവ് ലൊക്കേറ്റിംഗ് ഓർ ലോക്കിംഗ് പിൻസ് ആൻഡ് ടു ഡ്രൈവ് റിവറ്റ് ഔട്ട് ഓഫ് ദർ ഹോൾ. ഒരു ഹോളിൽ നമ്മളൊരു റിവറ്റ് വെച്ചിട്ടുണ്ട്. ഈ റിവറ്റിനെ ഹോളിൽ നിന്നും ഇങ്ങനെ പുറത്തോട്ട് തള്ളിയെടുക്കണം. അല്ലെങ്കിലോ ഇതേപോലെ എന്താ പറയുക, ലൊക്കേറ്റിംഗ് പിന്നോ അല്ലെങ്കിൽ ലോക്കിംഗ് പിന്നുകളൊക്കെ ഒരു ഹോളിൽ വെച്ചിട്ടുണ്ട്, ഈ പിന്നിനെ പുറത്തോട്ട് ഊരിയെടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പഞ്ച് ഏതാണെന്നാണ് ചോദിച്ചത്. പിൻ പഞ്ച് ഉണ്ട്, ഹോളോ പഞ്ച് ഉണ്ട്, പ്രിക് പഞ്ച് ഉണ്ട്, ഡോട്ട് പഞ്ച് ഉണ്ട്. പഞ്ചുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് നമ്മളെ പഞ്ചുകൾ നിർമ്മിക്കുന്നത്. നമ്മളെ പ്രിക്ക് ഡോട്ട് സെന്റർ എന്ന് പറഞ്ഞ PDC എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പ്രിക്കിന്റെ ആംഗിൾ 30 ഡിഗ്രിയും ഡോട്ടിന്റെ ആംഗിൾ 60 ഡിഗ്രിയും സെന്ററിന്റെ ആംഗിൾ 90 ഡിഗ്രിയുമാണ് എന്ന് നമ്മൾ പഠിച്ചത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ലോക്കിംഗ് പിന്നുകളെ അതേപോലെ റിവറ്റുകളെയൊക്കെ ഹോളിൽ നിന്നും പുറത്തോട്ട് എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പഞ്ച് ഏതാണ്? പിൻ പഞ്ചാണ് ഉത്തരം വരുന്നത്. ഓക്കെ, പിൻ പഞ്ചാണ് ഇത്തരത്തിലുള്ള റിവറ്റുകളെ അല്ലെങ്കിൽ പിന്നുകളെയൊക്കെ പുറത്തോട്ട് ഊരിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പഞ്ച് പിൻ പഞ്ചാണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, പഞ്ചുകളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച പഞ്ച് പ്രിക് പഞ്ചാണ്. പ്രിക് പഞ്ച് എന്തിനു വേണ്ട? വിറ്റ്നസ് മാർക്കിംഗ് ഓൺ സ്ക്രൈബ്ഡ് ലൈൻ. അതായത് നമ്മളൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കും, ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ട് ഈ ലൈനിന്റെ മുകളിൽ ഇങ്ങനെ ഡോട്ട് മാർക്കിംഗ് കൊടുക്കുന്നതിന് വേണ്ടി, അതായത് കൃത്യമായി കട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ലൈനിന്റെ മുകളിൽ ഇങ്ങനെ വിറ്റ്നസ് മാർക്കിംഗ് എന്ന് പറയും. ഒരു ലൈൻ വരച്ച അതിന്റെ മുകളിൽ പഞ്ച് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? പ്രിക് പഞ്ച് ഉപയോഗിക്കുന്നത്. പ്രിക് പഞ്ചിന്റെ പോയിന്റ് ആംഗിൾ പറയുന്നത് 30 ഡിഗ്രിയാണ്. പ്രിക് പഞ്ചിന്റെ പോയിന്റ് ആംഗിൾ പറയുന്നത് 30 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയുള്ള പ്രിക് പഞ്ചുകളും ഉണ്ട്, പക്ഷെ അത് നമ്മൾ ഡോട്ട് പഞ്ച് എന്നാണ് പറയുന്നത്. നമ്മൾ എന്താ പറയാ? ഡോട്ട് പഞ്ച് എന്നാണ് പറയാം. അപ്പൊ പ്രിക് പഞ്ചിന്റെ ആംഗിൾ 30 ഡിഗ്രിയാണ്, ഡോട്ട് പഞ്ചിന്റെ ആംഗിൾ 60 ഡിഗ്രിയാണ് എന്നൊക്കെ നമ്മൾ കൃത്യമായി തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെന്റർ പഞ്ചിന്റെ കേസ് പഠിച്ചപ്പോൾ ഡീപ്പർ വിറ്റ്നസ് മാർക്കിങ്ങിന് ഉപയോഗിക്കുന്ന പഞ്ച്, ഡീപ്പർ വിറ്റ്നസ് മാർക്കിങ്ങിന് ഉപയോഗിക്കുന്ന പഞ്ച് സെന്റർ പഞ്ചാണ് എന്നും, അതേപോലെ നമുക്ക് ഡ്രില്ലിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെന്റർ പഞ്ച് വെച്ചിട്ട് ഒരു മാർക്ക് ആദ്യം ഇട്ട് കൊടുക്കും. എന്നാൽ എന്താ, ഈ ഡ്രിൽ ബിറ്റ് കൃത്യമായിട്ട് ആ ഹോളിൽ സീറ്റിംഗ് ആയിരിക്കുന്നതിനൊക്കെ സഹായിക്കുമെന്നാണ് പറയാറുള്ളത്. അപ്പൊ ഡീപ്പർ വിറ്റ്നസ് മാർക്കിങ്ങിനും അതേപോലെ സ്ക്രൈബ്ഡ് ലൈൻസിന്റെ മുകളിൽ എന്താ പറയുക സെന്റർ പൊസിഷന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഒരു ഡ്രിൽ ബിറ്റ് കൃത്യമായി സീറ്റിംഗ് ആയിരിക്കുന്നതിന് വേണ്ടി ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നതിനൊക്കെ എന്ത് ഉപയോഗിക്കാം? സെന്റർ പഞ്ച് ഉപയോഗിക്കാം. സെന്റർ പഞ്ചിന്റെ പോയിന്റ് ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. സെന്റർ പഞ്ചിന്റെ പോയിന്റ് ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. പ്രിക് പഞ്ചിന്റെ 30 ഡിഗ്രി, ഡോട്ട് പഞ്ചിന്റെ ആയിക്കോട്ടെ 60 ഡിഗ്രിയാണ് എന്നും പഠിച്ചു വയ്ക്കുക. ഓക്കെ, പിൻ പഞ്ച് പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. പിൻ പഞ്ച് എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ഒരു ഹോളിൽ നിന്നും പിന്ന് പുറത്തോട്ട് ഊരിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് റിവറ്റുകൾ ഹോളിൽ നിന്നും പുറത്തോട്ട് എടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പഞ്ചാണ് എന്ത്? പിൻ പഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നതൊക്കെ. ഇതൊക്കെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് തന്നെ നമ്മൾ വീണ്ടും പറയുന്നു, ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക, ഉത്തരം പഠിക്കുക എന്നുള്ളതിനുപരി ഒരു റിവിഷൻ എന്നുള്ള രീതിയിലും ഈ ക്ലാസ് പഠിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗം ക്ലിയർ ആയിട്ടില്ല അല്ലെങ്കിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ വീണ്ടും പോയി കണ്ട് കൃത്യമായിട്ട് ആ സംശയം തീർത്തതിന് ശേഷം മാത്രം അടുത്ത ടോപ്പിക്ക് തുടങ്ങുക. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ടൂൾസിൽ നിന്നൊന്നും പഠിക്കാൻ നിങ്ങൾ ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷ എഴുതാൻ പോകരുത്. കാര്യമില്ല. കാര്യം എന്താ, ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയിലൊക്കെ ടൂൾസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, പിൻ പഞ്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പഠിച്ചത് സോളിഡ് പഞ്ച് അല്ലെങ്കിൽ ഹോളോ പഞ്ചുകളാണ്. സോളിഡ് പഞ്ച് ഉണ്ട്, ഹോളോ പഞ്ച് ഉണ്ട്. രണ്ടും എന്തിനു വേണ്ടിയിട്ടാ? നമ്മളെ മെറ്റലുകളിൽ അല്ലെങ്കിൽ ചെറിയ തിക്നെസ് കുറഞ്ഞ ഷീറ്റുകളിലൊക്കെ ഹോള് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഹോളോ പഞ്ചുകളും സോളിഡ് പഞ്ചുകളും ഉപയോഗിക്കുന്നത്. ദ ഹോൾസ് ഇൻ ദ മെറ്റൽസ് ആർ യൂഷ്വലി പഞ്ച് വിത്ത് സോളിഡ് പഞ്ച്. സോളിഡ് പഞ്ച് ഉപയോഗിച്ചിട്ടാണ് തിക്നെസ് കുറഞ്ഞ മെറ്റൽ ഷീറ്റുകളിലൊക്കെ എന്ത് ചെയ്യുന്നത്? ഹോളുകൾ നിർമ്മിക്കുന്നത്. സോളിഡ് പഞ്ചസ് ആർ യൂഷ്വലി പഞ്ച് വിത്ത് മെറ്റലില് എന്താ പറയാ ഹോളുകൾ പഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സോളിഡ് പഞ്ചാണ് എന്ന് പഠിച്ചു വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു മാർക്കിംഗ് ടൂൾ ആണ്. ഈ ചിത്രത്തിൽ കാണുന്ന മാർക്കിംഗ് ടൂൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും. എന്താ ഈ ടൂളിന് പറയുന്ന പേര്? സ്ക്രൈബർ ആണ് അല്ലെ. ഈ കാണുന്ന ടൂൾ ഏതാണ്? സ്ക്രൈബർ ആണ്. സ്ക്രൈബർ നിർമ്മിച്ചിരിക്കുന്ന വസ്തുവാണ് ചോദിക്കുന്നത്. സ്ക്രൈബർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. സ്ക്രൈബർ നിർമ്മിച്ചിരിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് അല്ലെ. നമ്മൾ കൃത്യമായി തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്രൈബേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ എന്നും. ഈ സ്ക്രൈബറിന്റെ ഒരു പോയിന്റ് ആംഗിൾ വരുന്നുണ്ട്. സ്ക്രൈബറിന്റെ പോയിന്റ് ആംഗിൾ വരുന്നത് 12 ഡിഗ്രി മുതൽ 15 ഡിഗ്രി വരെയൊക്കെയാണ് സ്ക്രൈബറിന്റെ ആ പോയിന്റ് ആംഗിൾ വരുന്നത്. സ്ക്രൈബർ ഒരു മാർക്കിംഗ് ടൂൾ ആണ്. നിർമ്മിച്ചിരിക്കുന്ന വസ്തു ഹൈ കാർബൺ സ്റ്റീൽ ആണ്. സ്ക്രൈബേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൂൾ ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി സ്ക്വയർനെസ് ഓഫ് വർക്ക് പീസ്? സ്ക്വയർനെസ് ആണ്. സ്ക്വയർനെസ് ഓഫ് വർക്ക് പീസ് നമ്മുടെ വർക്ക് പീസുകളുടെ സ്ക്വയർനെസ്സും ഫ്ലാറ്റ്നെസ്സും ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഈ ഒരു ടൂളിന് പറയുന്ന പേരാണെന്ത്? ട്രൈ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെ. ട്രൈ സ്ക്വയേഴ്സ് ആർ യൂസ്ഡ് ടു. നമ്മൾ ട്രൈ സ്ക്വയർ ആണ് എന്ത് ഉപയോഗിക്കുന്നത്? സ്ക്വയർനെസ് ചെക്ക് ചെയ്യാനും ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ടൂള് ട്രൈ സ്ക്വയർ ആണ്. ട്രൈ സ്ക്വയറിന്റെ ഭാഗങ്ങൾ സ്റ്റോക്ക് ഉണ്ട്, ബ്ലേഡ് ഉണ്ട്, ഒരു സ്ട്രൈറ്റ് എഡ്ജ് ഉണ്ട്. ഈ സ്റ്റോക്കും ബ്ലേഡും നമ്മൾ ആംഗിള് എന്തൊക്കെയാണ് ഈ ട്രൈ സ്ക്വയറിന്റെ കേസ് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ?
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ട്രൈ സ്ക്വയറിന്റെ യൂസ് തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്വയർനെസ് ചെക്ക് ചെയ്യാം, ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാം, അതേപോലെ 90 ഡിഗ്രി ലൈനുകൾ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് വർക്കിംഗ് എഡ്ജിന് 90 ഡിഗ്രി ആയിട്ട് ലൈനുകൾ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വർക്ക് പീസുകൾ കറക്റ്റ് 90 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യുന്നതിന്, റൈറ്റ് ആംഗിൾ ആയിട്ട് സെറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം? ട്രൈ സ്ക്വയർ ഉപയോഗിക്കാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്വയർനെസ് ചെക്ക് ചെയ്യാം, ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാം, 90 ഡിഗ്രി എന്താണ് നമ്മളെ മാർക്കിങ്ങിന് വേണ്ടി, എഡ്ജിന് കറക്റ്റ് 90 ഡിഗ്രി ആയിട്ട് ലൈനുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും വർക്ക് പീസുകൾ റൈറ്റ് ആംഗിൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് ഉപയോഗിക്കാം? ട്രൈ സ്ക്വയറുകൾ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇതാണ് ആ ചിത്രം. നോക്കിയേ, ഇതാണ് കണ്ടോ, ഇവിടെ നോക്കിയാൽ സ്ക്വയർനെസ് നോക്കുന്നു, ഇത് ഫ്ലാറ്റ്നെസ് നോക്കുന്നു. ഇതിനൊക്കെ എന്താ ഉപയോഗിക്കുക? ട്രൈ സ്ക്വയർ ആണ് ഉപയോഗിക്കുക. ട്രൈ സ്ക്വയറിന്റെ ഉപയോഗം ഒരു ഓൾ ഓഫ് ദി അബോവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ട്രൈ സ്ക്വയറിന്റെ ഭാഗങ്ങളുടെ പേര് വെച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ട്രൈ സ്ക്വയറിന്റെ ഭാഗങ്ങളുടെ പേര് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? സ്റ്റോക്ക് ഉണ്ട്, ബ്ലേഡ് ഉണ്ട്, ഒരു സ്ട്രെയിറ്റ് എഡ്ജും ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് സ്ക്വയർനെസ് നോക്കുന്ന ചിത്രം, ഇത് ഫ്ലാറ്റ്നെസ് നോക്കുന്ന ചിത്രം. ഇതിനൊക്കെ എന്താ ഉപയോഗിക്കുന്നത്? ട്രൈ സ്ക്വയർ ആണ് ഉപയോഗിക്കുന്നത്. ഇത് നോക്കി, ഇതാണ് മാർക്കിംഗ് 90 ഡിഗ്രി ലൈൻസ് ടു ദ എഡ്ജ് എന്ന് പറയും. എഡ്ജിനോട്ട് കൃത്യമായിട്ട് 90 ഡിഗ്രി ലൈൻ മാർക്ക് ചെയ്യാനും എന്ത് ഉപയോഗിക്കാം? ട്രൈ സ്ക്വയർ ഉപയോഗിക്കാം. അതേപോലെ തന്നെ വർക്ക് പീസിൽ കറക്റ്റ് റൈറ്റ് ആംഗിൾ, കറക്റ്റ് ഇതായി ബെഞ്ച് വൈസിൽ ഇങ്ങനെ റൈറ്റ് ആംഗിൾ ആയിട്ട് സെറ്റ് ചെയ്യാനും എന്ത് ഉപയോഗിക്കാം? നമ്മളുടെ ട്രൈ സ്ക്വയർ ഉപയോഗിക്കാം. അപ്പൊ ട്രൈ സ്ക്വയറിന്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ആ ഭാഗം ഒന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ സ്ക്രൈബിംഗ് സർക്കിള്, ആർക്ക് ആൻഡ് ട്രാൻസ്ഫറിങ് ആൻഡ് സ്റ്റെപ്പിംഗ് ഡിസ്റ്റൻസ്? സർക്കിളുകൾ, ഇപ്പൊ മെറ്റൽ ഷീറ്റുകളുടെ മുകളിലൊക്കെ ഇതേപോലെ സർക്കിളുകളോ അല്ലെങ്കിൽ ആർക്കോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു അളവ് എടുത്തിട്ട് അതിങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് ഇങ്ങനെ മാറ്റി വെക്കുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ സ്ക്രൈബിംഗ് സർക്കിള്, ആർക്ക് ആൻഡ് ട്രാൻസ്ഫറിങ് ആൻഡ് സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസസ് എന്ന് ചോദിച്ചാൽ ജെന്നി കാലിപ്പർ ഉണ്ട്, ഡിവൈഡർ ഉണ്ട്, ഇൻസൈഡ് കാലിപ്പർ ഉണ്ട്, ഔട്ട്സൈഡ് കാലിപ്പർ ഉണ്ട്. ഇൻസൈഡ് കാലിപ്പർ, ഔട്ട്സൈഡ് കാലിപ്പർ ഒക്കെ മെഷറിംഗ് ടൂൾ ആയിരുന്നുണ്ടെങ്കിൽ ജെന്നി കാലിപ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർഡിനറി കാലിപ്പർ അല്ലെങ്കിൽ ഹെർമാഫോഡൈറ്റ് കാലിപ്പർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഉത്തരം എന്താണ്? ആർക്കുകൾ വരയ്ക്കാനും സ്ക്രൈബിംഗ് സർക്കിളുകൾക്കും, അതേപോലെ സർക്കിൾ വരയ്ക്കാനും ആർക്ക് വരയ്ക്കാനും അതേപോലെ ഡിസ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ സ്റ്റെപ്പിങ്ങിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ഡിവൈഡേഴ്സ് ആണ്. ഡിവൈഡേഴ്സിന് 2 ടൈപ്പ് ഉണ്ടായിരുന്നു അല്ലെ, സ്പ്രിംഗ് ജോയിന്റ് ഡിവൈഡേഴ്സും ഉണ്ട്, ഫേം ജോയിന്റ് ഡിവൈഡേഴ്സും ഉണ്ട് എന്നൊക്കെ നമ്മൾ വളരെ വിശദമായി തന്നെ പഠിച്ചതായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, എന്താ? ദ റീഡിംഗ് ആക്യുറസി ഓഫ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് കാലിപ്പേഴ്സ്. ഇൻസൈഡ് കാലിപ്പറും ഉണ്ട്, ഔട്ട്സൈഡ് കാലിപ്പറും ഉണ്ട്. രണ്ടും നമുക്കറിയാം ഇൻഡയറക്റ്റ് മെഷറിംഗ് ടൂൾസ് ആണ്. കാരണം ഈ ചിത്രത്തിൽ കാണുന്ന കാലിപ്പർ നോക്കിയ ഒരു ഇൻസൈഡ് കാലിപ്പറാണ്. ഈ ലഗിനെ പുറത്തോട്ടാണ് നീട്ടുള്ളത്, വളഞ്ഞു വെച്ചിട്ടുള്ളത് അല്ലെ. ഇത് ഇൻസൈഡ് കാലിപ്പറാണ്. ഇൻസൈഡ് കാലിപ്പർ ഉപയോഗിച്ച് നമുക്ക് അളവെടുത്ത് കഴിഞ്ഞാൽ പോലും ഇതിനെ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് വേണം? ഒരു സ്റ്റീൽ റൂൾ വേണം. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? ഇൻഡയറക്റ്റ് മെഷറിംഗ് ടൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കാലിപ്പറിന് എന്ത് പറയുന്നത്? ഇൻഡയറക്റ്റ് മെഷറിംഗ് ടൂൾ എന്ന് പറയുന്നത്. ഇൻസൈഡ് കാലിപ്പർ, ഔട്ട്സൈഡ് കാലിപ്പർ ഇൻഡയറക്റ്റ് മെഷറിംഗ് ടൂൾ ആണ്. ഇതിന്റെ റീഡിംഗ് ആക്യുറസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇൻസൈഡ് കാലിപ്പർ ആയിക്കോട്ടെ ഔട്ട്സൈഡ് കാലിപ്പർ ആയിക്കോട്ടെ ഇതിന്റെ റീഡിംഗ് കൃത്യമായി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? ഒരു സ്റ്റീൽ റൂൾ ആവശ്യമാണ്. ഇപ്പൊ ഈ സ്റ്റീൽ റൂളിന്റെ മുകളിൽ വെച്ചിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ അളവ് എത്രയാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഇൻസൈഡ് കാലിപ്പർ ആയിക്കോട്ടെ ഔട്ട്സൈഡ് കാലിപ്പർ ആയിക്കോട്ടെ അതിന്റെ റീഡിംഗ് മെഷർ ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ചാൽ. അപ്പൊ സ്റ്റീൽ റൂളിന്റെ റീഡിംഗ് ആക്യുറസി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എത്രയാ? 0.50 mm, ദാറ്റ് ഇസ് അര mm ആണ് സ്റ്റീൽ റൂളിന്റെ റീഡിംഗ് ആക്യുറസി നമ്മൾ പഠിച്ചത്. അപ്പൊ ഇൻസൈഡ് കാലിപ്പറിന്റെ ഔട്ട്സൈഡ് കാലിപ്പറിന്റെ റീഡിംഗ് ആക്യുറസി എത്ര തന്നെയായിരിക്കും? 0.50 mm തന്നെയാണ് എന്ന് പഠിച്ചു വെക്കുക. ഇതാണ് ഇൻസൈഡ് കാലിപ്പറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻസൈഡ് കാലിപ്പേഴ്സ് ആർ യൂസ്ഡ് ടു മേക്ക് ഇന്റേണൽ മെഷർമെന്റ് ഓഫ് സ്ലോട്ട്. ഇതേപോലുള്ള സ്ലോട്ടുകളുടെ അല്ലെങ്കിൽ ഡയമീറ്റർ, ഇന്റേണൽ ഡയമീറ്റർ ഓഫ് പൈപ്പ് ഒക്കെ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസൈഡ് കാലിപ്പറുകൾ ഉപയോഗിക്കുന്നത്. ദിസ് കാലിപ്പേഴ്സ് ആർ യൂസ്ഡ് ടു ടേക്ക് ഇന്റേണൽ മെഷർമെന്റ് ഓഫ് സ്ലോട്ടുകളുടെ അല്ലെങ്കിൽ ഇന്റേണൽ ഡയമീറ്റർ ഓഫ് പൈപ്പ് ഒക്കെ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസൈഡ് കാലിപ്പർ ഉപയോഗിക്കുന്നത്. ഇതൊരു ഇൻഡയറക്റ്റ് മെഷറിംഗ് ടൂൾ ആണ്. കാരണം ഇവിടെ സ്കെയിലും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എന്ത് വേണം? ഇത് അളവെടുത്തതിന് ശേഷം ഒരു സ്റ്റീൽ റൂളിന്റെ മുകളിൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അളവ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാലിപ്പേഴ്സ് അതായത് ഇൻസൈഡ് ആയിക്കോട്ടെ ഔട്ട്സൈഡ് കാലിപ്പർ ആയിക്കോട്ടെ എപ്പോഴും ഒരു സ്റ്റീൽ റൂളിന്റെ സഹായത്തോട് കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റീൽ റൂളിന്റെ റീഡിംഗ് ആക്യുറസി 0.50 mm ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസൈഡ് കാലിപ്പറിന്റെയും ഔട്ട്സൈഡ് കാലിപ്പറിന്റെയും റീഡിംഗ് ആക്യുറസി എത്ര തന്നെയായിരിക്കും? 0.50 mm തന്നെ ആയിരിക്കും. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഔട്ട്സൈഡ് കാലിപ്പർ. ഔട്ട്സൈഡ് കാലിപ്പർ ഇതേപോലെ എക്സ്റ്റേണൽ ഡയമീറ്റർ അല്ലെങ്കിൽ പുറമേയുള്ള അളവുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്, തിക്നെസ്, പ്ലേറ്റുകളുടെ തിക്നെസ് ഒക്കെ അളക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം? ഔട്ട്സൈഡ് കാലിപ്പർ ഉപയോഗിക്കാം. ഇതും ഒരു ഇൻഡയറക്റ്റ് മെഷറിംഗ് ടൂൾ തന്നെയാണ്. റീഡിംഗ് ആക്യുറസി വരുന്നത് 0.50 mm ആണ്. കാരണം സ്റ്റീൽ റൂൾ ഉണ്ടെങ്കിൽ മാത്രമേ ഔട്ട്സൈഡ് കാലിപ്പർ നമുക്ക് റീഡിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ റീഡിംഗ് ആക്യുറസി ഓഫ് ഇൻസൈഡ് കാലിപ്പറും ഔട്ട്സൈഡ് കാലിപ്പറും സ്റ്റീൽ റൂളും സെയിം ആണ്. എത്രയാ? 0.50 mm ആണ് വാല്യൂ വരുന്നത്. ഓക്കെ, റെഡി?
അങ്ങനെയാണെങ്കിൽ അടുത്ത കാലിപ്പർ ജെന്നി കാലിപ്പർ ആണ്. ജെന്നി കാലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ് കാലിപ്പറും ഔട്ട്സൈഡ് കാലിപ്പറും ഒക്കെ ഒരു മെഷറിംഗ് ടൂൾ ആയിരുന്നുണ്ടെങ്കിൽ ജെന്നി കാലിപ്പർ നോക്കിയാൽ ജെന്നി കാലിപ്പേഴ്സ് ഹാവ് വൺ ലെഗ് വിത്ത് ആൻ അഡ്ജസ്റ്റബിൾ ഡിവൈഡർ പോയിന്റ്. ഒരു ലെഗിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു അഡ്ജസ്റ്റബിൾ ഡിവൈഡർ പോയിന്റും മറ്റൊരു ലെഗ് ഇതേപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുമായിരിക്കും ഉണ്ടാവുക. These calipers are also known as പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ജെന്നി കാലിപ്പേഴ്സ് ആർ ആൾസോ നോൺ ആസ് ഹെർമാഫ്രോഡിറ്റ് കാലിപ്പർ എന്നും ഓഡ് ലെഗ് കാലിപ്പർ എന്നും ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ എന്നും പറയാറുണ്ട്. ജെന്നി കാലിപ്പർ എന്തൊക്കെയാ പറയാ? ഹെർമാഫ്രോഡിറ്റ് കാലിപ്പർ എന്ന് പറയാറുണ്ട്, ഓഡ് ലെഗ് കാലിപ്പർ എന്ന് പറയാറുണ്ട്, ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ എന്നും എന്തിനെ പറയാറുണ്ട്? ജെന്നി കാലിപ്പറിനെ പറയാറുണ്ട്. ജെന്നി കാലിപ്പറിന്റെ അല്ലെങ്കിൽ ഹെർമാഫ്രോഡിറ്റ് കാലിപ്പറിന്റെ അല്ലെങ്കിൽ ഓഡ് ലെഗ് കാലിപ്പറിന്റെ അല്ലെങ്കിൽ ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പറിന്റെ ഉപയോഗം ചോദിച്ചു കഴിഞ്ഞാൽ ജെന്നി കാലിപ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ മാർക്കിംഗ് ലൈൻ parallel to inside and outside edges and for locating the center of round bar. ഒരു റൗണ്ട് ബാറിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? നമ്മളുടെ ജെന്നി കാലിപ്പർ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഈ വളഞ്ഞ എൻഡ് ഇവിടെ ഇങ്ങനെ കൊളത്തി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻസൈഡ് എഡ്ജിനോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് എഡ്ജിനോ പാരലൽ ആയിട്ട് ലൈനുകളും മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി എന്താ? വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ സ്ക്രൈബിംഗ് ലൈൻ പാരലൽ ടു ഡാറ്റം സർഫസ്? ഡാറ്റം എഡ്ജ് എന്നോ അല്ലെങ്കിൽ ഇൻസൈഡ് എഡ്ജ് എന്നോ ഔട്ട്സൈഡ് എഡ്ജ് എന്നല്ല പറഞ്ഞത്. എന്താ? ഡാറ്റം സർഫസിന് ഞാനിതപ്പോ ഈ മാർക്ക് ചെയ്യുന്ന ഈ പച്ച കളറുള്ള ഭാഗമാണ് ഡാറ്റം സർഫസ് എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത്. ഡാറ്റം സർഫസിന് പാരലൽ ആയിട്ട് ലൈനുകൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ജെന്നി കാലിപ്പർ ഉണ്ട്, സർഫസ് ഗേജ് ഉണ്ട്, സ്ക്രൈബർ ഉണ്ട്, ഡിവൈഡർ ഉണ്ട്. നമുക്കറിയാം പഠിച്ചിട്ടുണ്ടായിരുന്ന എന്താ? ഡാറ്റം സർഫസിന് പാരലൽ ആയിട്ട് ലൈനുകളൊക്കെ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർഫസ് ഗേജ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിക്കുന്നത് അല്ലെ. സർഫസ് ഗേജിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേ? സർഫസ് ഗേജിന് ഈ ചിത്രത്തിൽ കാണുന്നതാണ് സർഫസ് ഗേജ്. യൂണിവേഴ്സൽ സർഫസ് ഗേജ് ആണ്. ഇതേപോലെ ഒരു ബേസ് ഉണ്ടാവും. ആ ബേസിൽ ഒരു റോക്കറാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും. റോക്കറാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്പിൻഡിലിനെ ഇങ്ങനെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഈ സ്പിൻഡിലിനെ ഇങ്ങനെ ഇങ്ങോട്ടോ എന്ത് ചെയ്യാനാണ്? നീക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചെരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? റോക്കറാം ഉപയോഗിക്കുന്നത്. ഈ ബേസിൽ ഇങ്ങനെ മുകളിലോട്ട് പൊന്തി വെച്ചിട്ടുള്ളതാണ് എന്ത് പറയുന്നത്? സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഗൈഡ് പിൻ ഉണ്ടാവും. ഗൈഡ് പിന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പാരലൽ ലൈനുകളൊക്കെ വരയ്ക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് വെക്കാൻ ഈ ഗൈഡ് പിന്നെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ സ്നഗ് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. ഈ സ്നഗിന്റെ മുകളിലായിട്ടാണ് എന്ത് ഫിക്സ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഈ സ്ക്രൈബർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. സ്നഗ് താഴത്തോട്ടും മുകളിലോട്ടൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാമ്പിംഗ് നെറ്റും സർഫസ് ഗേജിൽ കൊടുത്തിട്ടുണ്ടാവും. സർഫസ് ഗേജ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഓരോ ഭാഗങ്ങളെ കുറിച്ചും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സർഫസ് ഗേജിൽ നിന്നും ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ മിഡിൽ പോർഷൻ ഓഫ് ദി ഹാമർ ഹെഡ് ഇസ് കാൾഡ്. ഒരു ഹാമർ ഹെഡിന്റെ ഏറ്റവും സെന്റർ പോർഷൻ, ഞാൻ അപ്പൊ ഈ മാർക്ക് ചെയ്ത ഈ സെന്റർ പോർഷൻ പറയുന്ന പേരാണ് എന്ത്? ചീക്ക് എന്ന് പറയുന്നത് അല്ലെ. ദ മിഡിൽ പോർഷൻ ഓഫ് ദി ഹാമർ ഹെഡ് ഇസ് കാൾഡ്. പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ മിഡിൽ പോർഷൻ ഓഫ് ദി ഹാമർ ഹെഡ് ഇസ് കാൾഡ് എന്താണ്? ചീക്ക് എന്നാണ് പറയാ. ഫേസ് ഉണ്ട്, പീൻ ഉണ്ട്, ഐ ഹോൾ ഉണ്ട്, അതേപോലെ വെഡ്ജ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ഹാൻഡില് ഈ കൃത്യമായിട്ട് ഹെഡില് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടി ഒരു വെഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയാ വസ്തു ഉപയോഗിക്കാറുണ്ട്. ചീക്ക് എന്ന് പറഞ്ഞാൽ മിഡിൽ പോർഷൻ ആണ്. ഫേസ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കിംഗ് പോർഷൻ ആണ്. പീനി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന സ്ട്രൈക്കിംഗ് പോർഷൻ ആണ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദ മിഡിൽ പോർഷൻ ഓഫ് ദി ഹാമർ ഹെഡ് ഇസ് കാൾഡ് ചീക്ക് എന്ന് പഠിച്ചു വെക്കുക. ചീക്ക് മാത്രമാണ് ഹാർഡൻ ചെയ്യാത്ത ഭാഗം. അതായത് ഹാർഡനിങ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഈ ഫേസും അതേപോലെ പീനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഹാർഡൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ചീക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ഹാർഡനിങ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. കാര്യം ചീക്ക് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗങ്ങളൊന്നുമില്ല. കാര്യം എവിടെയും സ്ട്രൈക്ക് ചെയ്യാനൊന്നും എന്ത് ഉപയോഗിക്കില്ല? ചീക്ക് ഉപയോഗിക്കില്ല. അപ്പൊ പരീക്ഷയ്ക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം. ദ മിഡിൽ പോർഷൻ ഓഫ് ദി ഹാമർ ഹെഡ് എന്താണ്? ചീക്ക്. അതേപോലെ തന്നെ ഹാമറില് എന്താണ് അല്ലെങ്കിൽ ഹാമർ ഹെഡില് നമ്മളുടെ ഹാർഡനിങ് ചെയ്യാത്ത ഭാഗം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ് ഉത്തരം? ചീക്കാണ് ഉത്തരം വരുന്നത്. ഓക്കെ, ഹാമർ പഠിച്ചപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഹാമറുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ബോൾ പീൻ ഹാമറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബോൾ പീൻ ഹാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സെമി സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പിലുള്ള ഒരു ഹെഡുള്ള ഹാമറിനെയാണ് ബോൾ പീൻ ഹാമർ എന്ന് പറയുന്നത്. സെമി സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു പീൻ ഉണ്ടായിരിക്കും. റിവറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഹാമർ ബോൾ പീൻ ഹാമർ ആണ്. അതേപോലെ തന്നെ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്താ? ജനറൽ വർക്ക്ഷോപ്പിൽ അതായത് വർക്ക്ഷോപ്പിലെ ജനറൽ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ബോൾ പീൻ ഹാമർ ആണ്. റിവറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഹാമറും ഏതാണ്? ബോൾ പീൻ ഹാമർ ആണ് എന്ന് പഠിച്ചു വയ്ക്കുക. പിന്നീട് ക്രോസ് പിൻ ഹാമർ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? ക്രോസ് പിൻ ഹാമേഴ്സ് ആർ യൂസ്ഡ് ടു സ്പ്രെഡ് മെറ്റൽ ഇൻ വൺ ഡയറക്ഷൻ ഓഫ് ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ്. ഒരു ഡയറക്ഷനിൽ മാത്രം, നമ്മൾ അടിക്കുന്നതിന്റെ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് എന്ത് സ്പ്രെഡ് ചെയ്യേണ്ടത്? മെറ്റൽ സ്പ്രെഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അത്ര സ്ഥലങ്ങളിൽ ക്രോസ് പിൻ ഹാമർ ആണ് ഉപയോഗിക്കുക.
സ്ട്രെയിറ്റ് പിൻ ഹാമർ ഉപയോഗിക്കുന്നത് നമ്മളുടെ ലൈൻ ഓഫ് സ്ട്രൈക്കിങ്ങിന് 90 ഡിഗ്രി ആയിട്ട് എന്ത് ചെയ്യണം, മെറ്റൽ സ്പ്രെഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി ആയിട്ട് മെറ്റൽ സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഹാമർ ആണ് ഏത്, സ്ട്രെയിറ്റ് പിൻ ഹാമർ എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് പിൻ ഹാമേഴ്സ് ആർ യൂസ്ഡ് ടു സ്പ്രെഡ് മെറ്റൽ ഇൻ വൺ ഡയറക്ഷൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ്. അടിക്കുന്നതിന്റെ 90 ഡിഗ്രി റൈറ്റ് ആംഗിളില് മെറ്റൽ സ്പ്രെഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്ര സ്ഥലങ്ങളിൽ സ്ട്രെയിറ്റ് പിൻ ഹാമർ ആണ് ഉപയോഗിക്കുക. അപ്പൊ ക്രോസ് പിൻ ഹാമറിന്റെയും സ്ട്രെയിറ്റ് പിൻ ഹാമറിന്റെയും ബോൾ പിൻ ഹാമറിന്റെയും ഉപയോഗം പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചിട്ടുള്ളത് ബോൾ പിൻ ഹാമർ ആണ്. റിവറ്റിംഗിന് ഉപയോഗിക്കുന്ന ഹാമർ ഏതാണ്, ബോൾ പിൻ ഹാമർ ആണ് എന്ന് പഠിക്കുക. പിന്നീട് നമ്മൾ സ്ലഡ്ജ് ഹാമർ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ലഡ്ജ് ഹാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഡിമോളിഷിംഗ് വർക്ക്, എന്തെങ്കിലും വലിയൊരു വസ്തു അടിച്ചു പൊട്ടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്ര സ്ഥലങ്ങളിൽ നമ്മൾ സ്ലഡ്ജ് ഹാമർ ആണ് ഉപയോഗിക്കുക. എന്താണ് ഈ ലംബ് ഹാമർ അല്ലെങ്കിൽ ക്ലബ് ഹാമർ? ലംബ് ഹാമർ അല്ലെങ്കിൽ ക്ലബ് ഹാമർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്ലഡ്ജ് ഹാമർ ആണ്. ലൈറ്റ് ഡിമോളിഷിംഗ് വർക്കിന്, ലൈറ്റ് ഡിമോളിഷിംഗ് വർക്ക് എന്നാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ക്ലബ് ഹാമർ അല്ലെങ്കിൽ ലംബ് ഹാമർ ഉത്തരമാണ്. ഹെവി ഡിമോളിഷിംഗ് വർക്കിന് ഉപയോഗിക്കുന്ന ഏതാണ്, സ്ലഡ്ജ് ഹാമറുമാണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ജസ്റ്റ് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ കാണുക. ഓക്കെ, അടുത്തൊരു ഹാമർ നോക്കിയാൽ ക്ലോ ഹാമർ ആണ്. എന്താണ് ഈ ക്ലോ ഹാമർ? ക്ലോ ഹാമർ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആണി പറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ഹെഡിന്റെ ഷേപ്പ് നോക്കിയത് ഈ താഴത്തോട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഹെഡാണ് ക്ലോ ഹാമർ എന്ന് പറയുന്നത്. ക്ലോ ഹാമർ ഇസ് എ ടൂൾ യൂസ്ഡ് ഫോർ പുള്ളിംഗ് ഔട്ട് നൈൽ ഫ്രം വുഡ് ഓർ വാൾ എന്നാണ് പറയുന്നത്. അതായത് മരത്തിന്റെ മുകളിൽ നിന്നോ ചുമരിന്റെ മുകളിൽ നിന്നോ ഒക്കെ എന്ത് ചെയ്യാണ്, ആണി പറിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹാമറാണ് ക്ലോ ഹാമർ. ക്ലോ ഹാമർ ഇസ് എ ടൂൾ യൂസ്ഡ് ഫോർ പുള്ളിംഗ് ഔട്ട് നൈൽ ഫ്രം വുഡ് ഓർ വാൾ. ചുമരിൽ നിന്നോ മരത്തിന്റെ മുകളിൽ നിന്നോ ഒക്കെ ആണി പുറത്തോട്ട് പറിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹാമർ ക്ലോ ഹാമർ ആണ്. ജനറൽ വർക്ക്ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഹാമർ ഏതായിരുന്നു, ബോൾ പിൻ ഹാമർ ആണ്. റിവറ്റിംഗിന് ഏതാ ഉപയോഗിക്കുന്നത്, ബോൾ പിൻ ഹാമർ ആണ്. ലൈറ്റ് ഡിമോളിഷിംഗ് വർക്കിന് ലംബ് ഹാമർ അല്ലെങ്കിൽ ക്ലബ് ഹാമർ. ഹെവി ഡിമോളിഷിംഗ് വർക്കിന് സ്ലഡ്ജ് ഹാമറുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിസലുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പിന്നീട് പഠിച്ച ഒരു ടൂളാണ് ചിസൽ എന്ന് പറയുന്നത്. ചിസൽ സത്യത്തിൽ ഒരു കട്ടിംഗ് ടൂളാണ്. ചിസൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ചിസൽ ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് കീ വേസ് ആൻഡ് സ്ലോട്ട്. കീവേകളും സ്ലോട്ടുകളും ഒക്കെ കട്ട് ചെയ്യുന്നതിന് വേണ്ടി, കീവേകളും സ്ലോട്ടുകളും ഒക്കെ കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചിസൽ ഏതാണ്? കേപ്പ് ചിസൽ ഉണ്ട്, ഡയമണ്ട് പോയിന്റ് ചിസൽ ഉണ്ട്, ഹാഫ് ഫ്ലാറ്റ് ചിസൽ ഉണ്ട്, ഹാഫ് റൗണ്ട് നോസ് ചിസൽ ഉണ്ട്. ഹാഫ് റൗണ്ട് നോസ് ചിസല, ഫ്ലാറ്റ് ചിസല, ഡയമണ്ട് പോയിന്റ് ചിസല, കേപ്പ് ചിസല. കീവേകളും അതേപോലെ സ്ലോട്ടുകളും ഒക്കെ കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചിസല് ക്രോസ് കട്ട് ചിസലാണ്. ക്രോസ് കട്ട് ചിസൽസ് ആർ ആൾസോ കോൾഡ് കേപ്പ് ചിസൽ എന്ന് നമ്മൾ പഠിച്ചതാണ്. ക്രോസ് കട്ട് ചിസൽസ് ആർ ആൾസോ കോൾഡ് കേപ്പ് ചിസൽ എന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ വിച്ച് ഓഫ് ദി ഫോളോയിങ് ചിസൽ ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് കീവേസ്? പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ക്രോസ് കട്ട് ചിസൽ അല്ലെങ്കിൽ കേപ്പ് ചിസൽസ് ആർ യൂസ്ഡ് ടു കട്ട് കീവേസ് ആൻഡ് സ്ലോട്ടുകൾ എന്ന് പഠിച്ചു വയ്ക്കുക.